അത്യുന്നതമായ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം ഇന്നും എന്നേക്കും പൊഴുത്തപ്പെടുമാറാകട്ടെ. പുത്രൻ മുഖാന്തരം നമ്മുടെ മേൽ പകർന്ന ദൈവത്തിൻ്റെ കൃപ അവിടുത്തെ ആത്മാവിനാൽ തുടർന്ന് നമ്മളിൽ വ്യാപരിക്കുവാനും ദൈവഹിതം തിരിച്ചറിയുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തക്കവണ്ണം മനസ്സുപതിക്ക് രൂപാന്തരപ്പെടുവാനും തിരുവെഴുത്തുകളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനുള്ള കൃപ ദൈവം പകർന്നു തരട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായ്ത്തലുകൾ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു എന്ന തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കേണ്ടുന്ന രൂപാന്തരവും പരിവർത്തനവും എല്ലാം സംഭവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മൾക്ക് കൃപ തരട്ടെ, നമ്മുടെ മേൽ ആവസിക്കട്ടെ. നമ്മളിൽ അധിവസിക്കുന്ന അവിടുത്തെ ശക്തിയാൽ നമ്മളിൽ അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ മനോഹരമായ ഒരു സങ്കീർത്തന ധ്യാനം. നമ്മൾ എല്ലാം മനോഹരമാണെന്ന് പറയുമെങ്കിലും ഓരോന്നും പ്രഷ്യസ് ആയിട്ട് വരികയാണ്. 131 സഹോദരത്തിൻ്റെ മധുരം നമ്മൾ കണ്ടു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാവുന്നു എന്ന് കണ്ടു. അത് ഗോഡ്സ് പീപ്പിൾ എന്നാണ്, ദൈവജനം. എല്ലാ ജനങ്ങളും, ലോകത്തിലെ എല്ലാ ജനങ്ങളും ഒന്നിക്കുക, അങ്ങനെ ഒരു ഐക്യം എന്ന് പറയുന്നത്, അങ്ങനെ നമുക്ക് ഐക്യം ഇല്ല. ലോകത്തോട് ഐക്യം എന്ന് പറഞ്ഞാൽ ഭരണഘടനയോട് വ്യവസ്ഥയോട്, ലോകത്തിൻ്റെ വ്യവസ്ഥയോട് നമ്മൾ എതിർക്കുകയല്ല, മറിച്ച് ഫെലോഷിപ്പ് ഇല്ല, ഫ്രണ്ട്ഷിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നു, പക്ഷേ ആരാധന ഐക്യമില്ല. കാരണം അത് വ്യത്യസ്തമാണ്. എല്ലാവരുടെയും ആരാധന അനുഷ്ഠാനങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അതിൽ നമുക്ക് ഐക്യപ്പെടാൻ സാധിക്കുകയില്ല. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ആ സത്യത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. എന്നാൽ പൊതുവെ കോമണായിട്ടുള്ള ഭൗമിക കാര്യം അതിനകത്ത് ഒരു സഹവർത്തിത്വവും സമാധാനവും ശാന്തിയും സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ഗോഡ്സ് പീപ്പിൾ എന്നാണ്, ദൈവത്തെ അറിയുന്ന ജനം. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. തനിക്ക് സ്വന്തമായതിന് പക്ഷെ നിങ്ങൾ ലോകക്കാരല്ല, ലോകത്തിൽ നിങ്ങൾ എടുത്തിരിക്കുക. എക്ലീസിയ എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറഞ്ഞാൽ എടുക്കപ്പെട്ടതെന്ന് പറയുന്നത്, എടുക്കപ്പെട്ട, ചൂസൺ അല്ലെങ്കിൽ സെപ്പറേറ്റ്, വേർതിരിക്കപ്പെട്ടതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ലോകത്ത് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോകത്തിനുള്ളവരല്ല, നമ്മൾ ദൈവത്തിനുള്ളവരാണ്. ദൈവത്തിൻ്റെ സാക്ഷികളായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടവരാണ്. ഇവിടെ ഗോഡ്സ് പീപ്പിൾ, ആ ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ മനോഹരമായ സമാധാനവും സ്നേഹവും ഐക്യവും എല്ലാമാണ് ദൈവിക സഭയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. നെയ്മിലി ചർച്ചസ് അല്ല, നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പോലെ നാമധേയ സഭകളുമുണ്ട്. ഏതെങ്കിലും സഭയുടെ പേരോ ഇതൊന്നുമല്ല, ഡിനോമിനേഷനല്ല അവിടെയല്ല പ്രാധാന്യമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ദൈവമായിട്ട് ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ടതാണോ? ദൈവിക ജീവൻ നമ്മളിലുണ്ടോ? പുനരുത്ഥാന ജീവൻ നമ്മളിലുണ്ടോ? ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലുണ്ടോ? ആ പുനരുത്ഥാന ശക്തി നമ്മളിലുണ്ടോ? അവിടെയാണ് ദൈവസഭയുടെ പ്രാധാന്യമെന്ന് പറയുന്നത്. ആ ക്രൂശിലെ രക്ഷ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ആ ക്രൂശിലെ സ്നേഹം നാം രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവവുമായി വ്യക്തിപരമായ ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ? അവിടെയാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ആരോഹണ സങ്കീർത്തനം അവസാനിക്കുകയാണ്. ഇവിടെ 134 120 മുതൽ നമ്മൾ തുടങ്ങിയതാണ് ആരോഹണ ഗീതം, ആരോഹണ സംഗീതം. അതിൻ്റെ ശീർഷകത്തിൽ തന്നെയുണ്ട് ആരോഹണ ഗീതം എന്ന് പറഞ്ഞാൽ കയറി പോവുകയാണ്, ദേവാലയത്തിലേക്ക് കയറി പോവുക അവർ. ആരോഹണ ഗീതം അവിടെ ഒരു ഐക്യത്തിൽ എല്ലാം ഒരു ഫെലോഷിപ്പ് ഗ്യാതറിംഗ് ഒക്കെ ആയി എല്ലാവരും കൂടി വന്നു, ദൈവത്തെ ആരാധിച്ചു. എന്നിട്ട് 134 സങ്കീർത്തനം എന്ന് പറയുന്നത് മടങ്ങിപ്പോരുമ്പോഴുള്ള സങ്കീർത്തനമാണ്. റിട്ടേൺ ഫ്രം ദാറ്റ് ഹെവൻലി റിജോയ്സിങ് പ്ലേസ്, ആ സ്വർഗീയ ആനന്ദത്തിൻ്റെ ആ കൂടിവരവിൽ നിന്ന് അവർ മടങ്ങിപ്പോവുകയാണ്. ഭവനങ്ങളിലേക്കുമൊക്കെ അവർ മടങ്ങിപ്പോവുക, ദേവാലയത്തിനും അവിടെ ഇറങ്ങിപ്പോകുന്നതാണ്. അവരോഹണത്തിന് വേണ്ടി മുമ്പുള്ളതായ ഒരു സമാപന സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം ആരോഹണത്തിൻ്റെ. അവിടെ എന്താ പറയുന്നത്, എല്ലാം കഴിഞ്ഞു, ഇവർ വന്നു യെരൂശലേം ദേവാലയത്തിൽ വന്ന് ആരാധന എല്ലാം കഴിഞ്ഞ് അവർ മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോൾ അവർ വാതിൽ കാവൽക്കാരൊക്കെ ഉണ്ട്, പൗരോഹിത്യം അവിടെയുണ്ട്. അവരോട് പറയുന്നതാണ്, ജനങ്ങൾ പറയുന്നത് ഒരിതാണ്. ഇവർ വിടവാങ്ങൽ ചൊല്ലുകയാണ്, ഒരു വിടവാങ്ങൽ. എന്താണ് അവിടെ പറയുന്നത്? അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവീൻ.
ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2 പോർഷനാണ് നമ്മൾ പറയുന്നത്. ഈ സങ്കീർത്തനത്തിൽ 117 സങ്കീർത്തനമാണ് ചെറുതെന്ന് പറയുന്നത്, ബൈബിളിൽ തന്നെ ചെറിയ അധ്യായം എന്ന് പറയുന്നത്. 2 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ 133 134 3 വാക്യങ്ങൾ വെച്ചുണ്ട്. അപ്പോൾ ഇവിടെ 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇവർ ദൈവിക ശുശ്രൂഷകരോട് ആഹ്വാനം ചെയ്യുകയാണ്. അല്ലയോ രാത്രികാലം കർത്താവിൻ്റെ ഭവനത്തിൽ നിൽക്കുന്നവരായി കർത്താവിൻ്റെ സകല ദാസന്മാരുമായുള്ളവരെ നിങ്ങൾ യഹോവയെ വാഴ്ത്തുവീൻ എന്ന് പറയുകയാണ്, ആഹ്വാനമാണ്. അവരോട് സ്തുതിക്കാൻ പറയുകയാണ്. ദൈവ ശുശ്രൂഷയിൽ അവർ ഉത്സുകരായിരിക്കാൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. ഈ രാത്രികാലങ്ങൾ എന്താണ്? കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ഒരു ചോദ്യമുണ്ട് യശയ്യാപ്രവാചന പുസ്തകത്തിൽ. എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് വേണ്ടി വെളിപ്പുണർവോടെ ഉണർന്നിരിക്കുന്ന ദൈവിക ശുശ്രൂഷകർ അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ഇടയന്മാർ അവരെപ്പോഴും ഉണർന്നിരിക്കുന്നവരാണ്, അവർ കരുതലുള്ളവരാണ്, ആടിനെക്കുറിച്ച് കരുതലുള്ളവരാണ്. അതുപോലെ ദൈവിക ശുശ്രൂഷയിൽ ഭാഗവക്കായിട്ടുള്ള എല്ലാവരും ഈ ഒരു ഉണർന്നിരിക്കുന്ന ഒരു അനുഭവം. ഗെത്സമനയിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ 1 നാഴിക പോലും നിങ്ങൾക്ക് എന്നോട് കൂടി ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ, നിങ്ങൾ ഇവിടെ ഇരിപ്പി, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കർത്താവ് മടങ്ങി വന്നപ്പോഴത്തേക്കും ഇവരുടെ കണ്ണുകൾ ഉറങ്ങുകയാണ്. എല്ലാവരും ശിഷ്യന്മാരെല്ലാം ഉറങ്ങുകയാണ്. അവരുടെ കണ്ണുകൾ ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ആ വലിയ ഒരു ദൗത്യത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു അറിയില്ല. എന്നാൽ അവിടെ കർത്താവിന് പ്രബോധനം കൊടുക്കുകയാണ്, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം അത്രയാണ്. ആത്മാവിൽ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ജഡ സമ്മതിക്കുന്നില്ല. ഈ ജഡത്തെയാണ് കർത്താവായ യേശു ക്രൂശിൽ തറച്ച് നടുവ് നീക്കിക്കളയും. ജഡത്തിൻ്റെ ശിക്ഷയാണ്. ആ ജഡത്തിൽ അവൻ ശിക്ഷയേറ്റു. എന്തിന്? നമ്മുടെ ജഡത്തെ നീക്കിക്കളയേണ്ടതിന്. അതാണ് കട്ട് ചെയ്യുന്നതാണ് ക്രോസ് എന്ന് പറയും. ഐയെ ഛേദിക്കുന്നതാണ് ക്രോസ് എന്ന് പറയും. എന്ന് പറയുന്നത് ഞാനെ വെട്ടുന്നു. ക്രോസ് ആയിട്ട് ഒരു ബാർ വരുന്നില്ല, അതല്ലേ കുരിശ്. തലങ്ങും വിലങ്ങും ഒറിസോണ്ടൽ ആയിട്ടുണ്ട്. അങ്ങനെ തിരശ്ചീനമായും ലംബമായും ഇരിക്കും. അതിനെ കട്ട് ചെയ്യുന്നു. കുരിശ് നമുക്കറിയാം, കുരിശ് കാണുമ്പോൾ അറിയാലോ പോസിറ്റീവ്. അപ്പോൾ ഇനി ഞാനല്ല, നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അവിടെ വളരെ മനോഹരമായിട്ട് ഒരു പറയുന്നുണ്ട്, ഈ ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ വളയണം. സി എന്ന അക്ഷരം എഴുതിയിട്ട് അതിനകത്ത് കൊള്ളണമെങ്കിൽ വളയണം. ക്രിസ്തുവിലാകണമെങ്കിൽ നമ്മൾ എളിമപ്പെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് എന്ന് പറയും. സീക്കകത്ത് വരണം. സീക്കകത്ത് വരണമെങ്കിൽ മടങ്ങിയേ അത് വളഞ്ഞേ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എളിമപ്പെടുക, ഞാനെന്ന ഭാവം ഇട്ട് കളയുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല, നോട്ടായി. നമ്മൾ പഴയ നിയമ പ്രമാണത്തിൽ പറയും, ഞാൻ കുറയണം അവനോ വളരണമെന്ന് പറയും. യോഹന്നാൻ സ്നാപകൻ, ഞാൻ കുറയണം അവനോ വളരണം, നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല പുതിയ നിയമം എന്ന് പറയുന്നത്. ന്യായപ്രമാണം യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പുതിയ നിയമസഭ, പുതിയ സഭയിലേക്ക് വരുമ്പോൾ ഞാൻ കുറയണം അവന് വളരണമെന്നല്ല, ഇനി ഞാനല്ല. അതാണ് അവിടെ ഡിക്രീസിങ് ഇൻക്രീസിങ് ഒന്നും അവിടെ ഇല്ല. നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. ഇനി ഞാനല്ല, ക്രിസ്തുവത്തിൽ ജീവിക്കുന്നതെന്ന് പറയുന്ന ഔദാത്തമായ അനുഭവമാണ്, ഔദാത്തമായ ക്രൈസ്തവ അനുഭവമാണ്. അത് പഴയ നിയമപ്രമാണത്തിലില്ല. അവിടെ ഇങ്ങനെ എല്ലാം അടക്കി ഒക്കെ കുറവും ഉയർത്തി എല്ലാം കുറഞ്ഞ് ഉയർത്തി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കുറയണം അവന് വളരണമെന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഞാനല്ല, നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ. ഇനി ക്രിസ്തുവത്തിൽ ജീവിക്കുന്നെന്ന് പറയുന്ന അനുഭവം. കൂടാതെ പറയുന്നത് ഈ ദൈവിക ശുശ്രൂഷകർ ഉണർവുള്ളവരായിരിക്കണം, ഉത്സുകരായിരിക്കണം എന്ന് പറയാം. എല്ലാവരും ദൈവിക ശുശ്രൂഷകരാണ്. ഓരോരുത്തർക്കും ഓരോരോ ദൗത്യമുണ്ട്. സഭയുടെ ശരീരമാകുന്ന സഭയിൽ ഓരോ അവയവം എന്ന നിലയിൽ ഓരോരുത്തർക്കും ദൗത്യമുണ്ട്. ആരെങ്കിലും സെപ്പറേറ്റ് ചെയ്ത് വേർതിരിച്ചിരിക്കുകയല്ല. സ്പെഷ്യൽ കോളിംഗ് ഉള്ളവരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സഭയിലെ അവയവങ്ങൾ എല്ലാവർക്കും ഓരോരോ ദൗത്യമുണ്ട്. അതൊരു ഭംഗിയായി ചെയ്യുമ്പോഴാണ് സഭാഗാത്രം മനോഹരമാകുന്നത്. ഇവിടെ പറയുകയാണ്, യഹോവയുടെ സകലദാസന്മാരെ യഹോവയെ വാഴ്ത്തുവിൻ, വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. കൈ ഉയർത്തുക എന്ന് പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, കൈ ഉയർത്തി ദൈവത്തെ സ്തുതിപ്പിക്കും. അപ്പോൾ തിരിച്ച് അവർ ജനത്തെ ആശീർവദിക്കുന്നതാണെന്ന് പറയുന്നത്. മറ്റു വാക്ക് പറയുന്നത്, റേസ് യുവർ ഹാൻഡ്സ് ഇൻ പ്രെയർ ഇൻ ദ ടെമ്പിൾ ആൻഡ് പ്രൈസ് ദ ലോർഡ്. അവിടെ അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്തത് ഇവർ ദേവാലയത്തിലുള്ളവർ ജനങ്ങളെ ആശീർവദിക്കുന്നതാണ്. മേ ദ ലോർഡ് ഹു മേഡ് ഹെവൻ ആൻഡ് എർത്ത് ബ്ലെസ് യു ഫ്രം സയൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ്. ആശീർവാദ വാക്കുകൾ പറഞ്ഞവരെ മടക്കി അയക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്ന് കാണുന്നുണ്ട്, ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ആശീർവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായം 24, 25, 26 അവിടെ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ്.
ഏതാണ് അനുഗ്രഹത്തിന്റെ വാക്കുകൾ? നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടതെന്നാൽ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പ്രൊട്ടക്ഷൻ. യഹോവ തിരുമുഖം തന്നെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. അവിടെ എന്താ കൊടുക്കാൻ പറ്റുന്ന കൃപ, അല്ലെങ്കിൽ അവിടെ പ്രകാശം, ദൈവത്തിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊട്ടക്ഷൻ ദെൻ ട്രാൻസ്ഫിഗറേഷൻ. യഹോവ തിരുമുഖം തന്നെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. പീസ്ഫുൾനെസ്, സമാധാനത്തോടെയുള്ള ജീവിതം. ഇതാണ് യഹോവ തിരുമുഖത്തിന് മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇതാണ് 3 ആശീർവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ആശീർവദിക്കണമെന്നാണ് പൗരോഹിത്യത്തോടുള്ള പ്രമാണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ എല്ലാവരും നമ്മളെ അനുഗ്രഹിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. എല്ലാവരും, എവരിവൺ. പത്രോസ്ലീഹയുടെ ലേഖനം 1 പത്രോസ് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. വളരെ മനോഹരമായ വാക്കുകളാണത്. എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ആരാധനയും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും കഴിയും വിധം അത് പകർന്നു കൊടുക്കാൻ, പകർച്ച കൊടുത്തയക്കുക എന്ന് പറയും. വ്യത്യസ്തമായ രീതിയിലായിരിക്കും. വാക്കുകൊണ്ടായിരിക്കാം, പ്രവൃത്തി കൊണ്ടായിരിക്കാം, സ്നേഹം കൊണ്ടായിരിക്കാം, കരുതൽ കൊണ്ടായിരിക്കാം. എങ്ങനെയുമാകട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മൾ വ്യാപരിക്കുന്ന പോലെ നമ്മൾ വിട്ടുകൊടുത്താൽ കർത്താവെ പകർച്ച മറ്റുള്ളവർക്ക് പകരപ്പെടുവാൻ, നിന്റെ നാമം ഞങ്ങൾ പകർന്ന തൈലം പോയാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമവും ദൈവത്തിൻ്റെ കൃപയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ഷെയർ ചെയ്യുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ പറയണം, അനുഗ്രഹിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഭവനത്തിൽ കർത്താവിന് നിൽക്കുന്നൊരു ഐഹ്റ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് തിരിച്ചവരെ ആശീർവദിച്ചുകൊണ്ട് അവർ പടിയിറങ്ങുകയാണ്. അവരവരുടെ ജീവിത പാന്താവിലേക്ക്, ജീവിത പ്രാരാബ്ധങ്ങളിലേക്ക് ഒക്കെ ഇവർ മടങ്ങിപ്പോവാണ് ഈ ദൈവകൃപയോടുകൂടി. ഇതാണ് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത്. എന്നാലും യെരൂശലേം ദേവാലയമില്ല. പക്ഷെ ഇന്ന് എവിടെയത് ഓരോ ദൈവം ഇതിലും അടുത്തില്ലെന്നത് ആരോഹണം. സ്വർഗത്തിലേക്ക് കണ്ണുകൂലി ഉയർത്തി, അതാണ് നമ്മുടെ ആരോഹണം. അങ്ങോട്ടാണ് കയറി ചെല്ലേണ്ടത്. ഇന്നൊരു ദൃശ്യമായ സ്ഥലങ്ങളില്ല നമുക്ക് കണ്ടിട്ടില്ല. കൂടി വരുന്ന ആരാധന സ്ഥലങ്ങളുണ്ട്. കൂടി വരുന്ന ആരാധന സ്ഥലങ്ങളും ആരാധിക്കുമ്പോഴാണ് അതിന് മഹത്വം വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിന് മഹത്വം ഇല്ല ഇന്ന്. നമ്മളെപ്പോഴും ചിന്തിക്കണം, അവിടെ കൂടി വരുന്ന ജനങ്ങളാണ് ജീവനുള്ള കല്ലുകൾ. അതാണ് ആത്മീയ ഗ്രഹം. അവരെ ആരാധിക്കുമ്പോഴാണ് അവിടെ ആരാധന മാധുര്യമ വരുന്നത്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് അനന്തരം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അപ്പം നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തണം, നമ്മുടെ കരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തണം, നമ്മുടെ മനസ്സും ഹൃദയവും ബോധവും ദൈവത്തിലേക്ക് ഉയർത്തണം. അവിടെ യഥാർത്ഥമായ ആരാധന സംഭവിക്കുന്നത്. അങ്ങനെ ആരാധന ലഭിക്കുന്ന അനുഗ്രഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ദൗത്യമാണ് നമ്മുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെ അനുഗ്രഹം വരുന്നത്? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ. ഇന്ന് സൃഷ്ടികളെ ആരാധിക്കുന്ന ഒരു സമൂഹങ്ങൾ, എന്ത് വൾഗാരിറ്റിയാണത്! സൃഷ്ടികളെ ആരാധിക്കുക. സൃഷ്ടിതാവിനെ ആരാധിക്കേണ്ടതിന് ആ സൃഷ്ടിതാവ് സൃഷ്ടിച്ച സൃഷ്ടികളെ ആരാധിക്കുകയാണ്. സൂര്യനെ ആരാധിക്കുന്നവർ, ചന്ദ്രനെ ആരാധിക്കുന്നവർ, അല്ലേ, ഓരോന്ന് കാറ്റിനെ ആരാധിക്കുന്നവർ. ഇതിനെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയല്ലേ, ഉടയവനെയല്ലേ ആരാധിക്കേണ്ടത്? അതെന്തുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണ് തുറക്കുന്നില്ല? ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം മനസ്സ് കുരുടാക്കിയിരിക്കുക എന്ന് പറയാം. അവർ കാണുന്നില്ല. കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവർ, പക്ഷെ കാണുന്നില്ല. അന്ധരാണ്. അവരുടെ ആത്മക്കണ്ണുകൾ തുറക്കാൻ, അവിടെ ആന്തരിക നിലകൾ തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടെ അതിൻ്റെ ഇവിടെയാക്കി തീർക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സ്നേഹം നിറഞ്ഞ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. മനോഹരമായ ഒരു ദിവസം കൂടെ തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. ആരാധനയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കത്തക്കവണ്ണം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേപ്പാ. നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇതുവരെയും തന്ന എല്ലാ കൃപകൾക്കായ സ്തുതി, അവിടുത്തെ കൃപകൾക്കായ അനുഗ്രഹങ്ങൾക്കായ സ്തുതി എല്ലാം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ തന്നെ അർപ്പണം ചെയ്യുന്നു. ദേഹത്തെ അവിടുന്ന് ഞങ്ങളുടെ വിശുദ്ധീകരിക്കണമേ. ജീവനും സമൃദ്ധമായ ജീവനങ്ങളിലേക്ക് പകരണമേ. യേശുവേ, തിരുരക്തത്താൽ ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധാത്മാദൈവമേ, ഞങ്ങൾ സകലത്തിന് വഴി നടത്തുന്ന കൃപയ്ക്കായ സ്തുതി മാനുഭവത്തോട് നടക്കണമേ. പിതാവ് പരിശുദ്ധാത്മാദൈവത്തിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്കായി നീ ഏറ്റൊരു പീഡകളെന്നുമെൻ അന്തരംഗത്തെ ദിനം മൃദുവായി നിലനിർത്തുവാൻ കാൽവരി മലയിലെന്ന